ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ളത് നല്ലൊരു എനർജി ഡ്രിങ്കാണ്. ഈ ചൂടുകാലത്ത് എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും റെഡിയാക്കാവുന്ന നല്ലൊരു എനർജി ഡ്രിങ്കാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര്, പിന്നെ ഒരു 3 പച്ചമുളക്, 4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം വേണം. കഞ്ഞിവെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണെങ്കിലും നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാതെ ഒഴിവാക്കി കളയാറാണ് പതിവ്. പക്ഷെ എല്ലാവർക്കും മോരും വെള്ളം ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ മോരും വെള്ളത്തിൻ്റെ ടേസ്റ്റിൽ കഞ്ഞിവെള്ളം റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചമുളക്, ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇടികല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക്, അത്യാവശ്യം കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കൈവച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരമുളകൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. എരിവിനനുസരിച്ചുള്ള കാന്താരമുളക് എടുത്താൽ മതി. അപ്പോൾ ഇതിലും കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പം ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ ഒരു 1/2 ലിറ്ററോളം കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം ഒരു ഇളം ചൂട് കഞ്ഞിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി എനർജി ഡ്രിങ്ക് ഇവിടെ റെഡിയായി കിട്ടും. ഇപ്പം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു എനർജി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എപ്പോഴും ഈ ജ്യൂസൊക്കെ കുടിക്കുന്നതിന് പകരം ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.